ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് ദേഹത്ത് യൂണിഫോമും തോളിൽ നക്ഷത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ കുടുംബജീവിതത്തിന്റെ അകത്തേക്ക് ചെന്ന CIയും DYSP ഒക്കെ വെറും ഭർത്താവാ. തനിക്ക് മനസ്സിലായോ? ഞാൻ വേഗം ചെല്ലാൻ നോക്കട്ടെ. ശരി, നമുക്ക് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കാം. ശ്യാമ മാഡം എന്റെ അമ്മയും അല്ല, ഞാൻ അവരുടെ മകളും അല്ല. ശ്യാമ മാഡത്തിന് എന്റെ മനസ്സിലൊരു സ്ഥാനമുണ്ട്. അതിന് ഒരിക്കലും ഒരു കോട്ടം ഉണ്ടാവാതിരിക്കട്ടെ. അയാളുടെ നിലപാട് എങ്ങനെയാ മുത്തശ്ശി? ഇങ്ങനെ ഒരു സാഹചര്യത്തില് ഞാൻ എന്റെ ഈ സംശയങ്ങൾ അയാളോട് എങ്ങനെയാ പറയുന്നത്? അയാളുടെ മനസ്സിൽ ദൈവത്തിന്റെ അത്രയും തന്നെ സ്ഥാനമുണ്ട് ശ്യാമ മേഡത്തിന്. അത് തകർന്നു പോകുന്നു പറഞ്ഞാ അയക്കത് സഹിക്കാൻ പറ്റില്ല. തിടുക്കം കാണിക്കണ്ടടാ. ശ്യാമയും രാധികയും അമ്മയും മകളും ആണെങ്കില് ഇതൊക്കെ ദൈവത്തിന്റെ ഒരു പ്ലാനിങ് ആണ്. അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫിദയുടെ സ്കൂളിൽ വഴിതെറ്റി വന്നവളെ പോലെ രാധിക എത്തുന്നു. ഫിദ മാഡം അവൾക്ക് അമ്മ തന്നെ ആവുന്നു. പരസ്പരം കണ്ടുമുട്ടുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായി അവർ രണ്ടുപേരും കരുതുന്നു. ഇനി നീ പറഞ്ഞതുപോലെ ഒരു രഹസ്യം മാത്രമല്ലേ ആയിട്ടുള്ളൂ. അത് ഭഗവാൻ തന്നെ നീക്കും സമയമാവുമ്പോ. ഞാനാണെങ്കിൽ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റിലായിരുന്നു. പക്ഷേ അയാളുടെ നിലപാടിൽ സ്ട്രോങ് ആ മുത്തശ്ശി. മുത്തശ്ശി പറഞ്ഞ പോലെ എന്നെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവട്ടെ ആ മഹത്തായ തിരിച്ചറിവിന് വേണ്ടിയിട്ട്. രാധിക കേട്ട് പെട്ടെന്ന് അംഗീകരിച്ചില്ലെങ്കിലും നിന്റെ കണ്ടുപിടുത്തം ചെറുതല്ല കേട്ടോ. ഇത്രയും പ്രശ്നങ്ങൾ കണിമംഗലത്ത് നടക്കുന്നതിനിടയില് ഇതിനൊക്കെ നീ സമയം കണ്ടെത്തുന്നുണ്ടല്ലോ. അയാളുടെ കാര്യമല്ലേ മുത്തശ്ശി, ഞാൻ എങ്ങനെ മാറി നിൽക്കും? അയാൾക്ക് സന്തോഷമുള്ള കാര്യം ലോകത്ത് എവിടെയുണ്ടെങ്കിലും അത് അയാളുടെ മുന്നിൽ കൊണ്ട് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവനാ ഞാൻ. അപ്പൊ പിന്നെ എനിക്കിത് വെറുതെ വിടാൻ പറ്റുമോ? ഒട്ടും വൈകില്ലടാ. രാധികയുടെ എല്ലാ കാര്യങ്ങളും എഴുതി വച്ചതുപോലെ നടത്തി കൊടുക്കുന്നത് അവളുടെ കൃഷ്ണനാ. ഇതിനുള്ള മുഹൂർത്തവും ഭഗവാൻ തന്നെ തീരുമാനിക്കട്ടെ. ഞാൻ കുടുംബമായിട്ട് ഒരു പ്രോഗ്രാമിന് പോവാതിരിക്കുകയായിരുന്നു. അതിനിടെ തനിക്ക് എന്താണ് ഇത്ര തിരക്ക്? കണ്ടേ പറ്റൂന്ന് പറഞ്ഞപ്പോ ഞാനങ്ങ് പേടിച്ചു പോയല്ലോ. സർ, ഞാൻ ആ ബെഞ്ചമിനെ കുറിച്ചൊരു കാര്യം പറയാനാ വന്നത്. അയാൾക്ക് എന്താ? അയാൾ എവിടെയാ സാറേ? നാട് വിട്ടോ? സാർ അയാളെ പറ്റിയുള്ള കഥകളൊക്കെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അയാൾ രാധികയും വരുണിനെയും കൊന്ന് സ്ഥലം വിടേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇതുവരെ ഒരു ചെറു വിരൽ പോലും അനക്കിയിട്ടില്ല. അല്ലെങ്കിലും ഈ ഓവറായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ കാണുമ്പോ സംശയിക്കണോന്നാ പറയുന്നത്. അബദ്ധം പറ്റിപ്പോയോ സാറേ? കൊടുത്ത പണവും കൊണ്ട് അയാൾ വണ്ടി കയറിയോ? താനിപ്പോ ഇത് ചോദിക്കുന്നത് ആകാംക്ഷ കൊണ്ടാണോ അതോ പണം കൊടുത്ത അധികാരത്തിലോ? എങ്ങനെയായാലും കുഴപ്പമില്ല, എനിക്ക് മറുപടി കിട്ടിയാ മതി. ഗൗതം, ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബെഞ്ചമിനെ ഏൽപ്പിക്കുന്ന ജോലി എപ്പോ ചെയ്ത് തീർക്കണമെന്ന് തീരുമാനിക്കുന്നത് അയാൾ മാത്രമാണെന്ന്. നമുക്കതിൽ ഇടപെടാൻ പറ്റില്ല. എല്ലാം കഴിഞ്ഞ് പണം കൊടുത്തിട്ട് ഇതുപോലെ സംസാരിക്കരുത്. അയാളോടൊന്നും ചോദിക്കാൻ പറ്റില്ല. അയാളുടെ ഭാവം കണ്ട ഒരു കൊലപാതകയുടെ അല്ല, ഓഹ് ഏതോ മഹാനായ സാഹിത്യകാരനെ പോലെയാ. വളരെ കുറച്ചേ മൊഴിയൂ. എടോ, ആദ്യം തന്റെ ഈ പുച്ഛം ഒന്ന് അവസാനിപ്പിക്കേ.
കണിമംഗലം തറവാട്ടിലെ രാജരക്തം ഞരമ്പിലൂടെ ഓടുന്നതുകൊണ്ട് അയാൾ വെറും പണിക്കാരനാണെന്നൊക്കെ തനിക്ക് തോന്നും. പക്ഷെ ഞാൻ പറഞ്ഞു അയാളുടെ റേഞ്ച് അതല്ലെന്ന്. സത്യത്തിൽ ഇതുപോലുള്ള കേസ് കെട്ടുകൾ അയാൾ ഏറ്റെടുക്കാറുമില്ല. ഒരുപാട് നിർബന്ധിച്ചിട്ട് തന്നെയാ ഞാൻ അയാളെ കൊണ്ടുവന്നത്. താൻ എന്താ വിചാരിച്ചത്? രാധികയും വരുണിനെയും കൊല്ലേണ്ട കാര്യം മാത്രമാണ് തന്റെ അച്ഛൻ അയാളോട് ഡിമാൻഡ് ചെയ്തിരിക്കുന്നതെന്ന്? കണിമംഗലം കുടുംബത്തിലെ സമ്പത്ത് മുഴുവൻ കയ്യിലെത്തുന്നത് വരെ വിശ്രമിക്കാൻ പാടില്ലെന്നാ ചന്ദ്രശേഖരൻ ബെഞ്ചമിനോട് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടിയാ അയാൾ എല്ലാ ബാക്ക്ഗ്രൗണ്ടും പഠിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അയാൾ അത് കൃത്യമായിട്ട് ചെയ്തു തരും. അതല്ല, കൊണ്ടുവന്ന എന്നെയോ അയാളെയോ വിശ്വാസക്കുറവുണ്ടെങ്കിൽ ഇത് ഇപ്പൊ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. സാറേ, ഞാൻ എന്റെ ടെൻഷൻ കൊണ്ട് പറയുന്നതാ. സത്യം പറഞ്ഞ ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയൊന്നും കഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ അച്ഛനോട് പറയും. അച്ഛനിൽ നിന്ന് അത് കൈപ്പറ്റുക എന്നുള്ളതല്ലാതെ ഇതിപ്പോ പണത്തിന് വേണ്ടിയുള്ള ഓട്ടം. അച്ഛന്റെ കാര്യത്തിനും സാറിന്റെ കാര്യത്തിനും ഞാൻ മടുത്തു തുടങ്ങി. അതെ, ഈ അച്ഛന്റെ തണലിൽ വളരുന്ന എല്ലാവർക്കും ഉണ്ടാവുന്ന പൊതുവായ ഒരു കുഴപ്പമാ. വിയർക്കേണ്ടി വന്ന ജന്മം മതിയായി എന്നൊക്കെ തോന്നും. അതിനെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ സാർ, ഞാൻ ഇതൊന്നും ചോദിക്കുന്നില്ല. എല്ലാം സാറ് നോക്കിയാൽ മതി. ഇനിയെങ്കിലും കുടുംബവുമായി ഒന്നിച്ചുള്ള യാത്ര മുടക്കാൻ എന്നെ നിർബന്ധിക്കരുത് എന്റെ പൊന്നു ഗൗതമേ. എനിക്ക് ദേഹത്ത് യൂണിഫോമും തോളിൽ നക്ഷത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ കുടുംബജീവിതത്തിന്റെ അകത്തേക്ക് ചെന്ന CIയും DYSP ഒക്കെ വെറും ഭർത്താവാ. തനിക്ക് മനസ്സിലായോ? ഞാൻ വേഗം ചെല്ലാൻ നോക്കട്ടെ.